വലിയൊരു വാൾപ്പയറ്റിന് ശേഷം ഭരണപക്ഷം പ്രതിപക്ഷത്തിലേക്കും പ്രതിപക്ഷം ഭരണപക്ഷത്തിലേക്കും മടങ്ങിക്കഴിഞ്ഞു. പുതിയ മുഖ്യമന്ത്രിയും പല വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ അതിൻ്റേതായ ഭരണാധികാരികളും ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഉത്തരമുണ്ട്. വയനാട് ഫണ്ട്, 2 ശബരിമല സ്വർണ്ണക്കൊള്ള, ആരാണ് കൊള്ളകൾ നടത്തിയത്, ആരാണ് സ്വർണ്ണപ്പാളികൾ വിറ്റത്, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കറക്റ്റായിട്ടൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഈ സർക്കാരിൻ്റെ കാലത്ത് അതിനൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. സാധാരണ ജനങ്ങൾ, പിഞ്ച് മക്കളുടെ മനസ്സിൽ പോലും പതിഞ്ഞൊരു പാട്ടാണ് സ്വർണം കട്ടതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. അതിനൊരു മാറ്റമുണ്ടോ? അല്ലെങ്കിൽ ആ പാട്ട് അതേപോലെ തന്നെ പാടണമോ എന്ന് ഈ സർക്കാർ ഒന്ന് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. വയനാടിൻ്റെ ഫണ്ട് ഏതൊക്കെ സംഘടനകൾ ഏതൊക്കെ ആപ്പിലൂടെയാണ് പിരിച്ചത്, ആർക്കൊക്കെ എത്ര കിട്ടി, എവിടൊക്കെ ഉപയോഗിച്ചു, അതിനും ഒരു വ്യക്തത വരുത്താനായിട്ടുണ്ട്. കാരണം ഈ ഒരു 2 കാര്യങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ എല്ലാവരും ഒന്നിച്ച് മത രാഷ്ട്രീയ അല്ലെങ്കിൽ എല്ലാ രീതിയിലും ചർച്ച ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം എടുത്തിട്ട് കൊടയേണ്ട ഒരു കാര്യമല്ലല്ലോ ഈ മതവും ആരാധനാലയങ്ങളും ഒക്കെ. അതിനു മുമ്പ് തന്നെ ഇത് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ കാത്തിരിക്കുന്നു അതിനായിട്ട്, ഒരു നല്ല ഉത്തരത്തിനായിട്ട്. ഷുഹൈബ് വധക്കേസും അല്ലെങ്കിൽ ഗൺമാന്മാർ ആക്രമിച്ച കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അതിൻ്റെയൊക്കെ കറക്റ്റായിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ 2 കേസും അന്വേഷിക്കണം. അതിലാരൊക്കെയുണ്ട്, ഏതൊക്കെ ഉന്നതത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും നിയമം കടുപ്പിക്കണം.